ഹലോ. അപ്പൊ ഞാനിപ്പോ നിൽക്കുന്ന ഒരു ആംബിയൻസിൽ ഇപ്പൊ തന്നെ വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞിട്ടാണ് ഈ വീഡിയോ എടുക്കണേ. നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ എവിടെയാണെന്ന് എനിക്കറിയില്ല, എന്ത് മൂഡിലാണെന്ന് എനിക്കറിയില്ല. ഈ മൂഡ് ഐഷു ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവളായിരിക്കും ഏറ്റവും കൂടുതൽ ഈ മൂഡ് മിസ് ചെയ്യുന്നേ. നോക്ക ഐഷു, ഇതൊക്കെ പൂത്തു. നമ്മൾ വരുമ്പോ ഭയങ്കര വാടിയിരുന്നല്ലേ, നിനക്ക് ഓർമ്മയുണ്ടോ? നമ്മളിവിടെ വരുമ്പോ എല്ലാ ചെടീന്റെ ഇലകളൊക്കെ കുറെ വാടി. നമ്മൾ കണ്ടിട്ടുള്ള പൂവെന്ന് പറഞ്ഞാല് വേനൽക്കാലത്ത് ഉണ്ടാവുന്ന ഒരു പൂവാണ് കണ്ടിട്ടുള്ളത്. ആ പൂവിന്റെ പേരെന്താടാ? അന്ന് അവള് പറഞ്ഞത് പൂജപ്പൂ അല്ല ഐഷു, എനിക്ക് ഓർമ്മയുണ്ട്. നമ്മൾ എന്നിട്ട് അത് ഒടിച്ച് റൂമിലൊക്കെ വെച്ചത്. ആ മലയാടി ഇത്, നീ നോക്ക്, വാടാ ഇവിടെ നോക്ക്. ഇവിടെ നമ്മൾ ഇരുന്ന സ്ഥലമാണ് ഐഷു. ഓ മൈ ഗാഡ്, എനിക്ക് ഈ പ്ലേസ് ഭയങ്കര ഫേവറേറ്റ് പ്ലേസ് ആണ് കേട്ടോ. ഞാൻ എല്ലാരോടും, എന്നെ അറിയുന്ന എല്ലാരോടും ഞാൻ പറയാറില്ല, എനിക്ക് ഗോവയിലെ ഒരു പ്ലേസ് ഭയങ്കര ഇങ്ങനെ ഉള്ളിൽ നിന്ന് വിളിക്കുന്ന ആ ഒരു പ്ലേസ് ആണ് ഇത്, ഗോവയിലുള്ള. സോ ഞാൻ പണ്ടത്തെ ഞാൻ അന്ന് കണ്ടത് എക്സ്പെക്ട് ചെയ്തതിന് പിന്നെ ഞാൻ പഞ്ചമിൽ ഡ്യൂട്ടിക്ക് കയറിയതിന് ശേഷം എനിക്കിവിടെ വരാൻ പറ്റിയിട്ടില്ല. പക്ഷെ ഇപ്പൊ ഞാൻ വരുമ്പോ പൂവൊക്കെ തളിർത്തു, ഇലയൊക്കെ ഇങ്ങനെ ബ്യൂട്ടിഫുൾ ആണ്. ഈ ഒരു മൊമെന്റിൽ ആരും ഇല്ല, ശല്യമില്ല, നമുക്ക് ജോലിയില്ല. അതുകൊണ്ടൊക്കെ കൂടി എനിക്കിതൊക്കെ ഇങ്ങനല്ലേ ഈ ഒരു ഒടിഞ്ഞു പോയെന്ന് തോന്നണേ കുറച്ച്. അപ്പൊ ഞാൻ അതില് ഒടിഞ്ഞാലും സാരമില്ല, ഞാൻ കുറച്ച് ബ്യൂട്ടിഫുൾ ഒക്കെ ആയിട്ടിരിക്കണ്ടേ അല്ലേടാ? ഞാനും സുന്ദരിയായിട്ടില്ല ഇന്ന്. വേറെ എന്താ പറഞ്ഞ, ഞാൻ അവിടെ നിന്ന് വണ്ടിയൊക്കെ ഓടിച്ച് വന്നല്ലേ, അപ്പൊ ഇതൊക്കെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ കയ്യിൽ. അതുകൊണ്ടിട്ടാണ് ഈ ഒരു കോസ്റ്റ്യൂം. അപ്പൊ ഇന്ന് നമ്മൾ ഒരു മല കയറാൻ പോവാ. മലയിലെ അറ്റത്ത് കയറിയിട്ട് താഴെ എന്താന്ന് നമുക്ക് നോക്കാം. ഏയ് ഗൈസ്, ഞാൻ പറയണത് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റണമെന്ന് അറിയില്ല, ബിക്കോസ് എന്റെ പിന്നില് കടലാണ്. ഓക്കെ, നോക്ക് ഞാൻ എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് എന്നറിയോ ഇപ്പൊ ഈ ഒരു ആംബിയൻസിൽ. എനിക്കറിയില്ല, ഞാൻ എന്റെ ലുക്കിൽ ഞാൻ എന്റെ കണ്ണെഴുതിയതൊക്കെ കുറച്ച് പോയായിരുന്നു. എനിവേസ് ഞാൻ അതൊന്നും കാര്യമാക്കുന്നില്ല. ഇപ്പോൾ ഉള്ള മൂഡിൽ ഞാൻ ഇനി ഒരു മേക്കപ്പ് സെറ്റ് ചെയ്യാനുള്ള ഒരു വൈബിലല്ല. കാരണം ഫീൽ എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ് ലൈഫിൽ നമുക്ക് കിട്ടേണ്ട ഫീല്. നിങ്ങളൊന്ന് നോക്ക്, ഇതാ ഞാൻ കാണുന്നേ. എന്നൊക്കെ പറഞ്ഞല്ലോ, കാറ്റിലും പരുന്ത് ഫ്ലൈ ചെയ്യുന്ന പോലെ നമുക്ക് പറക്കാൻ പറ്റും. സീരിയസ്ലി, ഇതെന്നെ കാണിച്ചു തരുന്നത് സാമാണ്. ഞാൻ ഇതിനു മുന്നേ ഈ സെയിം സ്പോട്ടിൽ വന്നിട്ടുണ്ട് വിത്ത് മൈ ഐഷു. സോ വരണ വഴിക്ക് ഞാൻ ഐഷുവിനെ ഭയങ്കര മിസ് ചെയ്തായിരുന്നു, ഈവൻ നൗ ഓൾസോ. പക്ഷെ ഇവിടെ നിന്ന് കാണുമ്പോ ഇല്ലേ, അന്ന് ഞാൻ കണ്ടത് ഒരു ഇരുട്ടിലായിരുന്നു, ഒരു ഡാർക്ക്നെസ്, ഈവനിങ് ആയി പോയിട്ടുണ്ടായിരുന്നു നമ്മൾ വന്നത്. ഐഷു, അന്ന് നമ്മൾ കണ്ടതൊക്കെ ഇരുട്ടിലായിരുന്നു. നമ്മുടെ ലൈഫും അങ്ങനെ ഒരു ലൈഫായിരുന്നു. പക്ഷെ ഇപ്പൊ നോക്ക്, എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് ഞാൻ, എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് ഈ പ്രകൃതിന്ന്. ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് നമ്മൾ നമ്മുടെ മനസ്സിനെ വെക്കുകയാണെങ്കിൽ മാത്രമേ നമുക്ക് ഇത്രയും എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. എന്റെ മേലിൽ സൂര്യൻ ചെറുതായിട്ട് ഉദിച്ചു വരണുണ്ട്. അപ്പൊ ഇവിടെ കുറച്ചുകൂടെ മേല് വരുമല്ലോ. അപ്പൊ ഡെഫിനറ്റ്ലി ഞങ്ങൾ വേറൊരു സ്പോട്ട് തേടി പോവാണ്. എനിക്കറിയാം സാമു പൊളപ്പൻ സ്പോട്ടൊക്കെ എനിക്ക് വേണ്ടി സെറ്റ് ചെയ്തിട്ടുണ്ടാവും. സോ ഞാൻ ഇത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. അപ്പൊ ഞാൻ പിക്ക് എടുക്കാൻ അവനോട് പറയുമ്പോ അവൻ പറയാ, എടി അവനെ നോക്കുമ്പോ ആകാശം മാത്രമേ കാണുന്നുള്ളൂ, എനിക്ക് ഈ കടലും കാണാം. അപ്പൊ അവനോട് പറഞ്ഞു, എടാ കടലും വേണമെന്ന് പറഞ്ഞപ്പോ അവൻ പറഞ്ഞു എൻ്റെ അടുത്ത് പിക്കില് വരൂലെന്ന്. പക്ഷെ നിങ്ങളെല്ലാരും കാണണം, എനിക്ക് കാണുന്നത് ഈ മല, ഈ കാട്, ഈ ആകാശം, ഈ നിരപ്പായ കുറെ പച്ചപ്പ് വിരിച്ച എന്താ പറഞ്ഞാല് കാടോ അല്ലടാ അത്. പിന്നെ സീയിൽ എനിക്ക് ഏതൊക്കെ കളർ കാണാന്നറിയോ? ഒരു ഡാർക്ക് ബ്ലൂ, നേവി ബ്ലൂ ആണ് എൻഡില്, പിന്നെ കുറച്ചിങ്ങോട്ട് വന്നിട്ട് ഒരു കറുത്ത ബ്ലൂ, പിന്നെ ഒരു ചെളി പോലത്തെ, എനിക്കറിയില്ല. പക്ഷെ എനിക്ക് കളേഴ്സ് കാണാൻ വരുന്നുണ്ട്. സീരിയസ്ലി കളേഴ്സ് ഇൻ മൈ ഐസ്. എൻ്റെ ഐസൊക്കെ ഭയങ്കര ക്യൂരിയോസിറ്റി ആ സംഭവങ്ങളൊക്കെയാണ്. അതുകൊണ്ടിട്ടാണ് ഇങ്ങനെയൊക്കെ ഉള്ളതെന്ന് ഞാൻ വിചാരിക്കുന്നു. എനിവേസ് അതൊക്കെ പോട്ടെ. ഞാൻ ഇത്ര ഹാപ്പി ആയിട്ടിരിക്കുന്നത് എന്താണെന്ന് എല്ലാവരും ചോദിക്കാറുണ്ട്. അതുകൊണ്ടിട്ട് ഞാൻ ഇങ്ങനെയാ. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ റിസ്ക് എടുത്ത് വലിയ ഹിമാലയൻ മല കയറുന്നതും ഒരു മല കയറലാണ്. പക്ഷേ വീടിൻ്റെ അടുത്തുള്ള ഏതെങ്കിലും ഒരു ചോട്ടാ മല ഈ ടൈമിൽ കയറുന്നത് നമ്മുടെ മനസ്സിനൊന്ന് ഹാപ്പി ആക്കണം. നമ്മൾ ഒറ്റയ്ക്കേ ഉള്ളൂ എന്ന് വിചാരിക്കുന്ന ഒരു സമയത്ത് ഇറങ്ങിപ്പോ.
കാറ്റത്ത് ബാലൻസ് ചെയ്തോ പറക്കോ? നല്ല രസമുണ്ട് ഇവിടെ നിൽക്കാൻ. ഇപ്പൊ ഒരു ഫോട്ടോ എടുക്കേണ്ടിയായിരുന്നു ഞാൻ. ഇത്ര നേരം ഞങ്ങൾ അങ്ങനെയാണ് ചെയ്തത്. ഈ വീഡിയോ തുടങ്ങിയ ശേഷം എടുക്കാൻ പറ്റില്ല. അടുത്തല്ലോ നെഞ്ചിൽ നിങ്ങൾക്കിങ്ങനെ ഫോണില് കണ്ടോണ്ടിരിക്കാൻ വളരെ ഈസി ആയിരിക്കും. കണ്ടിട്ട് ഇവള് വട്ട് കാണിക്കാം, ഇവക്ക് വേറെ പണിയില്ലേ എന്നൊക്കെ വിചാരിച്ച് കമന്റ്സ് പറയാൻ ഭയങ്കര ഈസി ആയിരിക്കും. ബട്ട് ദിസ് ഇസ് നോട്ട് ഈസി ഗൈസ്. നിങ്ങൾ വീട്ടിൽ നിന്ന് ഈ ഫോണൊക്കെ എടുത്ത് കളയ്, എന്നിട്ട് ഇറങ്ങി നടക്ക്. അപ്പൊ മനസ്സിലാവും നിങ്ങൾക്ക് വീഴാൻ പോകുന്ന എക്സ്പീരിയൻസ് ഒക്കെ. വേണ്ട എന്നെ മാറിക്കളാ. ഞാൻ പോവാം. ഇവിടെയും കുരിശ്, എവിടെ ചെന്നാണ് കുരിശാണല്ലോ. ഇവിടെ നോക്ക് നിങ്ങള്, കത്തുന്ന കോലില്ലേ? ഓ കത്തുന്ന കോല്. കുഴപ്പം വീവാണേ. ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോ ഞാൻ ടയേർഡാണ് ബിക്കോസ് ഓഫ് ദീസ് കുരിശുകള്. വളരെ ടാസ്കാണ്. അപ്പൊ ഉടുപ്പൊക്കെ ഇങ്ങനെ പറന്നു പോവേ. അപ്പൊ നമ്മ എയിലേക്ക് കിടന്നു സുഹൃത്തുക്കളെ. വേണ്ട അത് വേണ്ട. അതെ, വീട്ടുകാരെ എത്തിച്ചത് എന്നാ മതി. അപ്പൊ അപ്പൊ ഞങ്ങളങ്ങനെ കല്ലും മുള്ളും താണ്ടി ഞാൻ എന്റെ പിക്സ് ഇട്ടിട്ടുണ്ട്. കാരണം എല്ലാം ഫുള്ള് ഞാൻ വീഡിയോ എടുത്താലും നിങ്ങൾക്ക് ബോറടിക്കും, മനസ്സിലായോ? അത്രയും വഴിയൊക്കെ താണ്ടി നോക്ക്. ഇങ്ങനെ ഒരു വഴി, മുള്ളുമരാണ്. ഞാൻ ഇരിക്കാൻ പോകുന്നതും നടക്കാൻ പോകുന്നതും ഒക്കെ മുള്ളുമരങ്ങളൊക്കെയാണ്. ഒരു വലിയ പാറക്കെട്ടാണ്. നമ്മളിങ്ങനെ ഇങ്ങനെ കടലിന്റെ എന്താണ് ദിസ് ഈസ് കോൾഡ് ലൈഫ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഒരു ലൈഫില് ജീവിതം ഇങ്ങനെ ഉണ്ടാവും. നിറച്ച് പാറക്കല്ലുകളും ചീത്ത വെള്ളവും ചീത്ത കടലും വേസ്റ്റുള്ള കടലും ഒക്കെ. പക്ഷെ അതിന്റെ ഇന്നൊരു സൈഡില്ലേ ഒരു കുളപ്പം കടലുണ്ട്. അവിടെ ഒരു കുളപ്പൻ മരം, കടലമ്മ. ഓ മൈ ഗോഡ്, കടലമ്മ കല്യാണേ കല്യാണേ കല്യാണേ.
അവിടെ ഇരിക്കുന്നതിന് മുന്നേ ഞാൻ കാണുന്ന മനോഹരമായ കാഴ്ചകൾ നിങ്ങളും കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അല്ലേടാ? ശരി. ഞാൻ ഇവിടെ നിൽക്കുന്നേ നല്ല തണുത്ത വെള്ളത്തില്, മുന്നില് കടല്, പാറക്കല്ലുകൾ. പ്രശ്നങ്ങളാണ്, പക്ഷേ ഇനിയും ഉണ്ടാവും നമ്മുടെ ലൈഫിൽ ഇങ്ങനെ കളർഫുൾ ആയിട്ടുള്ള ഡേയ്സ്. അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് കളർഫുൾ അല്ല, ഡാർക്ക്നെസ്സിലാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും ഡാർക്ക് ആയിട്ടുള്ള തോട്ട്സ് വരും. അപ്പോൾ നമ്മളൊട്ടും ഇതായിരിക്കില്ല. ഞാൻ ഇവരോട് പറഞ്ഞത് കളറുള്ള ബീച്ചിൽ അല്ലേ, കളറുള്ള കല്ലുള്ള ബീച്ചിൽ കൊണ്ടുപോകാൻ പറഞ്ഞു. ഞാൻ എക്സ്പെക്ട് ചെയ്ത അത്രയും കളേഴ്സ് ഈ ബീച്ചിൽ ഇല്ലെങ്കിലും ഇനി നമ്മൾ നടക്കണോടാ. അത് കുറച്ച് കഴിഞ്ഞു. എന്നാലും നിങ്ങൾ ഇവിടുത്തെ ആ ഒരു ഇതൊക്കെ നോക്കുമ്പോൾ ബ്യൂട്ടിഫുള്ളാണ്. നെക്സ്റ്റ് വീഡിയോ ഞാൻ കുളിക്കുന്നതായിരിക്കും. സത്യം ആടാ അല്ലേ? പ്ലാൻ ഇല്ലാത്തതാണ്, ബട്ട് ഐ ഫീൽ ലൈക്ക് ടു ബാത്ത് ഇൻ ദിസ് പ്യുവർ വാട്ടർ ഇൻ എ ഫ്രഷ് മൈൻഡ്.